മാർത്തയ്ക്ക് 1 വയസ്സാവുന്നതിന് മുന്നേ ഞാൻ അതേ കോളേജിൽ തന്നെ ജോലിക്ക് കയറി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ജോലിയുടെ ഒരു സ്വഭാവം കാരണം ഹസ്ബൻഡിനെ ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടാറില്ല. അങ്ങനെ സഹായത്തിനായിട്ടൊരു ചേച്ചീനെ വെച്ചു. ഈ സഹായിക്കാൻ ആളുണ്ടെന്ന് പറയുമ്പം ആൾക്കാരുടെ വിചാരം നമ്മളിങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ആരെവിടെ ചായ എടുക്കൂ എന്നൊക്കെ പറയുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ കാര്യത്തിൽ എനിക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട്. കാര്യം എൻ്റെ അമ്മ വർക്കിംഗ് മദർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനൊരു ചേച്ചി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ വളരെ നല്ല ചേച്ചിമാരെയും കണ്ടിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള ചേച്ചിമാരെയും കണ്ടിട്ടുണ്ട്. മാർത്തയുടെ കാര്യത്തിൽ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പല കാര്യങ്ങളും കാണുകയും മറ്റ് പല കുട്ടികളും അനുഭവിക്കുന്നത് കേൾക്കുകയും ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാര്യം അങ്ങ് ടെൻഷനായിരുന്നു. എങ്കിൽ പോലും ഞാൻ എങ്ങനെയൊക്കെയോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് കുട്ടീനെ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. എനിക്കാണെങ്കിൽ ഈ വോമിറ്റിംഗ് കാരണം എൻ്റെ കൊച്ചിനെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ എനിക്കൊരു സന്തോഷമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ജോലി പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കാണുമ്പോൾ ചോദിക്കും, മോളെ ഏജൻസിയുടെ നമ്പറുണ്ട് വേണോ, മോളെ ഇതേ ഇന്ന ആൾ അങ്ങനെ കൊച്ചിനെ നോക്കുന്നുണ്ട്, മോൾക്ക് അങ്ങനെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ. ഹെൽപ്പിനെ നിർത്തുന്ന ചേച്ചിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമേ. ചുരുക്കം പറഞ്ഞാൽ ജോലി ഉള്ളപ്പോഴും എനിക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നു, ജോലി പോയി കഴിഞ്ഞും എനിക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ പോയ ജോലിയെ പറ്റിയിട്ടായിരുന്നു കേട്ടോ എനിക്ക് വിഷമം. അപ്പം ഞാൻ പറഞ്ഞു, ജെഫി മതി.